ഇപ്പോൾ ഈ യൂട്യൂബിൽ നിന്ന് പറയുന്ന ക്ലാസ്സുകളല്ലാതെ വേറെ ക്ലാസ്സുകൾ എടുക്കാൻ പോകാറുണ്ട്? ഇല്ല എന്നെ അങ്ങനെ വിളിക്കാറുണ്ട്. ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് കൊല്ലത്ത് നിന്നൊക്കെ കുറേ പേരെന്നെ വിളിച്ചിട്ടുണ്ട്. ഒരു അധ്യാപക സംഘടന പോലുള്ളവരൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുക സിംഗുനെ ഞങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ ഞാൻ പറയും എനിക്ക് വിദ്യാഭ്യാസമില്ലല്ലോ. വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ല, അനുഭവ സമ്പത്തിൻ്റെ വിദ്യാഭ്യാസമുള്ള സിംഗു ആന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട്. എന്നെ സിംഗു എന്നാണ് ഇവർ വിളിക്കുന്നത്. പോയിട്ടില്ല. അതിനുള്ള സമയം നമുക്കില്ല. അങ്ങനെ പോകുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ തുറന്നു പറയുന്ന നമ്മുടെ ഒരു സാഹചര്യമാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ യൂട്യൂബിൽ പറയുന്നത് കൂടാതെ ഇങ്ങനെയുള്ള വേദികളിൽ പങ്കിടുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെയൊക്കെ പരിപാടിക്ക് കൊണ്ട് ഇനി വിളിക്കും കേട്ടോ. പങ്കെടുക്കാവുന്ന ഒരു വ്യക്തിത്വമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പം ഇന്ന് കണ്ട് ഇത്രയും സംസാരിക്കുന്നത് ഒന്നും ഒളിച്ചു വെക്കാതാണ് സംസാരിക്കുന്നത്. കള്ളത്തരമില്ല. അവിടെയാണല്ലോ ഒരു വിജയം കിട്ടുന്നത്. നമ്മൾ ഒരു കള്ളം പറഞ്ഞാൽ 1000 കള്ളം പറയേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി. പിന്നെ നമ്മൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരില്ല. അത് നല്ല സത്യം പറയുന്നതല്ലേ നല്ലത്. നിങ്ങളിപ്പോൾ എന്നെ പറ്റി ഒന്ന് അന്വേഷിച്ച് ഞാൻ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അന്ന് പറഞ്ഞൊന്നും അല്ലല്ലോ ഇവരുടെ ലൈഫിലെന്ന് പറയത്തില്ല. അതിന് നല്ല സത്യം പറയുന്നതല്ലേ. മക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞോ? ഒരാളുടെ വിവാഹം കഴിഞ്ഞു, ഒരാളുടെ വിവാഹം പറഞ്ഞു വെച്ചിരിക്കുക. വിവാഹം കഴിഞ്ഞ അവരൊക്കെ എവിടെയാണ് താമസം? ഒരാൾ തൃശ്ശൂരാണ് നമ്മൾ കല്യാണം കഴിച്ചത്. അവർ ദുബായിൽ സെറ്റിലാണ്. മൂത്താള് 2 പെൺകുട്ടികളാണ്. രണ്ടാമത്തെ ആള് മരുമോൻ എന്ത് പറയാറുണ്ട് അമ്മായിയമ്മയുടെ വീഡിയോ കാണുമ്പോൾ? ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര അമ്മ ഇത്രയൊക്കെ അമ്മയ്ക്ക് ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ അമ്മയ്ക്ക് എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഭയങ്കര സന്തോഷമാണ്. നല്ല മരുമോൻ. എനിക്കൊന്ന് യൂട്യൂബിന്റെ ബട്ടൺ കിട്ടിയപ്പം നിങ്ങളൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആ വീഡിയോ മോളും മരുമോനും അല്ലേ അടുത്ത് നിൽപ്പുണ്ടല്ലോ, അടുത്തേക്ക് ആ വീഡിയോ ഒക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഉണ്ടായ അവരുടെ മുഖത്തെ സന്തോഷം വളരെ മനസ്സിൽ തട്ടിയ ഒരു സന്തോഷം. എനിക്ക് ദൈവം അനുഗ്രഹിച്ച നല്ല കുടുംബം കിട്ടി, നല്ല മക്കള്, നല്ല കുടുംബം, നല്ല. പിന്നൊരു കാര്യം, എന്നെ ഇനി ഉപദ്രവിച്ചവരാണെങ്കിൽ പോലും ഞാൻ അവരെ മാറ്റി നിർത്തത്തില്ല. അവരെയും ചേർത്ത് വെക്കാനാണ് നോക്കുന്നത്. ഏതെങ്കിലും കറച്ചിൽ അവരുടെ അറിവില്ലായ്മയോ അതല്ലെങ്കിൽ എനിക്ക് അവരിൽ നിന്ന് നല്ല സൽഫലങ്ങൾ കിട്ടാനുള്ള ഭാഗ്യക്കുറവോ കൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ വിചാരിക്കും. എത്ര നാളത്തെ പരിശ്രമമാണ് ബുക്ക് എഴുതിയത്? ശരിക്കും ബുക്ക് അതെ ഞാൻ ഈ യൂട്യൂബിൽ വന്നിട്ട് എല്ലാവരും എന്നോട് ബുക്ക് എഴുതുമെന്ന് പറയുമായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ ആദ്യമുള്ള വീഡിയോ കണ്ടല്ലേ അത് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പം പ്രീതി എന്ന് പറഞ്ഞിരിക്കുന്ന ഇവിടെ എറണാകുളത്ത് ഒരു കൂട്ടുകാരുണ്ട്. പുള്ളിക്കാരി എന്നോട് നിർബന്ധപൂർവ്വം പറയും ബുക്ക് എഴുതി പറഞ്ഞു. ബുക്കും പേനയും വരെ കൊണ്ട് മേടിച്ചു ബുക്ക് എഴുതി സിംഗിൾ തോന്നുമ്പോൾ ഓരോന്ന് എഴുതി വെക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ബുക്ക് എഴുതി. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ അബുദാബി ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നേരത്തെ ഒരു സമയം കിട്ടിയത്. ഇവിടെ വെച്ച് എനിക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു. അതിൽ ഒരു 6 മാസം കൊണ്ട് എഴുതിയത്. 6 മാസം കൊണ്ട് എഴുതി പെട്ടെന്ന് തന്നെ. അത് നമ്മൾ ഈ ബാല്യകാലത്തെ നമുക്ക് ഓർത്തോണ്ട് വരണമല്ലോ. നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ സങ്കടവും വരും. നമുക്ക് ആ ചെറിയ പ്രായത്തിലെ കാര്യം ഓർത്ത് വരുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കാര്യം നമ്മൾ മറന്നു. എത്ര പേപ്പറുകൾ കണ്ണീര് വീണ് പോയിട്ടുണ്ടാവും? അല്ല ഒത്തിരി. ഞാൻ പോലും ഇതിന് മാത്രം പേപ്പർ. ചിലതൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുന്നവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ വെച്ചപ്പോൾ കേൾക്കുമ്പം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു, ഇങ്ങനെയൊക്കെ അനുഭവിച്ചു ഇത്. അപ്പോൾ കൂടെയുള്ളവരെ ഇന്ന് ചേർത്ത് വെച്ചിരിക്കുന്ന എന്തിനാണെന്ന് ചോദിക്കുന്ന ചോദ്യം ഇത് ജീവിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ പല പേപ്പറുകൾ കീറി കളഞ്ഞിട്ട് എനിക്ക് പറ്റാവുന്ന അവർ ആർക്കും ബുദ്ധിമുട്ട് തോന്നാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകം കണ്ടിട്ട് ഈ പുസ്തകം ഇപ്പം നമ്മളെ ഉപദ്രവിച്ചതും നമ്മുടെ ബന്ധുക്കളൊക്കെ കണ്ടിട്ടുണ്ടാവുമോ? കണ്ട് അവർക്ക് വെറുപ്പൊന്നുമില്ല, അവർക്ക് സങ്കടമാണ് തോന്നിയത്. അയ്യോ നീ ഇതൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുവാണ്, പറ്റിപ്പോയി. അവർക്ക് തോന്നുന്നു ചെയ്യണ്ടായിരുന്നു അങ്ങനെ തോന്നുമല്ലോ സ്വാഭാവികമായിട്ട്. എല്ലാവർക്കും ഒരു വിഷമം തോന്നും. ഇപ്പോഴവരതെ കുറിച്ച് അവർ പോലും ഇത്ര ഞാൻ ഓർത്തു വെക്കുന്നു ഇങ്ങനെ നാളെ ഒരു ബുക്കാക്കി ഇറക്കുന്നത് അവർ പോലും സ്വപ്നത്തിൽ വിചാരിച്ചു കാണത്തില്ലല്ലോ. അവർ വിളിച്ചിരുന്നു ആരെങ്കിലും? എല്ലാവരും സഹകരിക്കും, എല്ലാവരും വിളിച്ചിരുന്നു. എല്ലാവരും എന്നോട് നല്ല ബന്ധത്തിൽ തന്നെയാണ്. ഇതിന്റെ പേരിൽ ആർക്കും എന്നോട് പിണക്കമൊന്നുമില്ല. എല്ലാവരും വിളിച്ചു അല്ലേ? എല്ലാവരും വിളിച്ചു. എങ്കിലും ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുന്നത് അവർക്ക് ഒരു അത്ഭുതമായിപ്പോയി അല്ലേ? അതെ ഇത്രയും കാര്യം ഓർത്തു വെക്കുമെന്ന് അവരും വിചാരിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ഒറ്റപ്പെടുത്തിയ ഒരാൾ ഉണ്ടെങ്കിൽ അയാളും ഇത് വായിച്ചിട്ടുണ്ടാവില്ലേ? ഞാൻ ഒന്നും പറയുന്നില്ല, പ്ലീസ് വേണ്ട, അത് ചോദിക്കണ്ട. പോട്ടെ, ഇനി അതേക്കുറിച്ച് പറയണ്ട. എല്ലാവർക്കും ഒരു പാഠമാണ് ഇതിപ്പോൾ. ഇത് ഇനിയും ആരും ചെറുതായി കാണരുതെന്നാണ് ഞാനിതിൽ നിന്ന്. നമ്മൾ ഒരു വീട്ടിൽ ആ വീട്ടിൻ്റെ അധികാരം കൈയാളുമ്പോൾ നമ്മുടെ ആശ്രിതരായിട്ട് ആരെങ്കിലും ആ വീട്ടിലുണ്ടെങ്കിൽ ഒരിക്കലും അവരെ ചെറുതായി കാണരുത്. അവർ നാളെ ആരാകുമെന്ന് നമുക്ക് നിർവചിക്കാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ ആ കഥയിലൂടെ പറയുന്നൊരു സാരാംശം. ആരെ നമ്മളങ്ങനെ ചെറുതായി കാണരുത്. അവർ നാളെ ആരാകും. ചെറിയ കുട്ടികളെയൊക്കെ കാണുമ്പോൾ, അച്ഛനും അമ്മയും ഇല്ലാത്തവരൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഉപേക്ഷിച്ചവരെ കാണുമ്പോഴൊക്കെ നമുക്കൊരു സഹതാപവും ദയയും ചേർത്ത് വെക്കലൊക്കെ അവരോട് തോന്നണം. ഇന്നത്തെ ജനറേഷൻ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ കുറച്ച് ശ്രദ്ധയുണ്ടെന്ന് തോന്നുന്നത്. പഴയ ആൾക്കാർക്കൊന്നും അതില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത്തരം ആളുകൾ ഇപ്പോഴും ഉണ്ടോ? അങ്ങനത്തെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറവാന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ
കുറച്ച് ആൾക്ക് കുറേ മൂരാച്ചികൾ ഇനി ആ പഴയ തലമുറയിൽ ഇനിയും പോകാനുണ്ട് ഇവിടുന്ന്. അവർക്കൊക്കെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചൊരു, എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു ജനറേഷൻ ഇങ്ങനത്തെ ഇല്ലാത്തവരാന്ന് തോന്നുന്നു, ഒരു അലിവുള്ളവരാ. ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്ത് സംതൃപ്തി കിട്ടിയ വീഡിയോ ഏതായിരിക്കും? കുറേ വീഡിയോ ചെയ്തു, നമ്മുടെ മനസ്സിൽ ഒരു തൃപ്തി കിട്ടുന്ന വീഡിയോ ഉണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഒരു ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം കൂടിയ ഇൻ്റർവ്യൂ എന്ന് ഇത് പറയാം. ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാനൊരു തെച്ചേരി, അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ആവശ്യമില്ലെങ്കിൽ മക്കളെ ഉണ്ടാക്കല്ലെന്ന്. ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാക്കാവുള്ളൂ. ദൈവം തന്നെ നമ്മൾ ചുമ്മാ ഉണ്ടാക്കി വെക്കല്ലേ എന്ന്. ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് അവരെ ഉത്തരവാദിത്വം ഇല്ലാതെ അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞ് വളർത്തല്ലേ എന്ന്. അത് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് ഭയങ്കരമായിട്ട് അത് ഒത്തിരി പേര് അത് കണ്ടിട്ടുണ്ട്. ആ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ. ആ വീഡിയോ ശരിക്കും അല്ലേ, ആവശ്യം ഉണ്ടെങ്കിലേ മക്കളെ ഉണ്ടാക്കാവുള്ളൂ. നമുക്ക് വളർത്തി പോറ്റാൻ പറ്റുന്ന എണ്ണങ്ങളെ ഉണ്ടാക്കാവുള്ളൂ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 1 or 2 അല്ലേ, ദൈവം തന്നെ ഭയങ്കര. ചില സ്ത്രീകൾ എൻ്റെ അടുത്ത് വരാറുണ്ടോ, 5 ഈ കഴിഞ്ഞ ദിവസം വന്ന നിവൃത്തിയില്ല, അങ്ങനെ എത്ര പിള്ളേർ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ചെറിയ ചെറിയ ഹെൽപ്പ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ എത്ര പിള്ളേർ, 5 പിള്ളേരെ കല്യാണം കഴിഞ്ഞ അന്ന് പോലും സൗകര്യമില്ല, വെള്ളവടിയാന്ന് പറഞ്ഞു. ഈ വെള്ളവടിക്കുന്ന ആൾക്ക് ഈ 5 പിള്ളേരെ ഉണ്ടാക്കി ഇത്ര നോക്കാത്തൊരാൾക്ക് ദാരിദ്ര്യം ഈ ലോകത്ത് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ കണക്ക് ഞാനിങ്ങനെ പറയും, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ സൃഷ്ടിക്കാവുള്ളൂ. സൃഷ്ടി കൊടുത്താൽ നമുക്ക് അവരോട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. ഇപ്പോൾ എൻ്റെ 2 മക്കളെ എൻ്റെ എക്സ് അവരുടെ കുട്ടികളുടെ അച്ഛൻ നോക്കിയില്ലെന്ന് കൊണ്ട് അവരെ ഞാൻ വലിച്ചെറിഞ്ഞൊന്നുമില്ല. എനിക്ക് 2 കുട്ടികൾ, അവരെ ഞാൻ നല്ലപോലെ അവരെ എൻ്റെ കൂടെ ചേർത്ത് എപ്പോഴും അവർക്ക് വേണ്ട സുരക്ഷിതത്വം, അവർക്ക് വേണ്ട സംരക്ഷണം, അവർക്ക് വേണ്ട സ്നേഹം, അവർക്ക് വേണ്ട വസ്ത്രം, അവരുടെ പിള്ളേരോട് ചോദിച്ചാൽ ഒന്നിനും അവരെ ഞാൻ പുറത്ത് വിട്ടിട്ടില്ല, ആരുടെ കൈ നീട്ടിയിട്ടുമില്ല എൻ്റെ മക്കൾക്കെന്നും പറഞ്ഞ്. അങ്ങനെ ഒരു ആംബിയർ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു മനോധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കുട്ടികളെ സൃഷ്ടിക്കാവൂ. ആ വീഡിയോയിൽ കമൻറ്റുകൾ എങ്ങനെയായിരുന്നു? എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള കമൻറ്റാണ് അല്ലേ? നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതായതുകൊണ്ട് ആളുകൾ ഇഷ്ടപ്പെട്ടു. ഞാനത് അനുഭവിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വായിന്ന് ഒന്നും പ്രിപ്പയർ ചെയ്ത് ഞാൻ വീഡിയോ എടുക്കാറില്ല. എന്തെങ്കിലും കണ്ട ആ സാഹചര്യത്തിനനുസരിച്ച് സംസാരിക്കാൻ ഫോൺ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്ന. ചെറുപ്പത്തിൽ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു, നന്നായിട്ട് ഉച്ചത്തിൽ വായിക്കുമായിരുന്നു. അതെന്താ പറയുക, അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെയാണല്ലോ വീട്ടിലുള്ള, അവർ ഒച്ചത്തിൽ വായിക്കൂ എന്ന് പറയും. ഈ മംഗളോ മനോരമയൊക്കെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കോ വന്നു, അമ്മൂമ്മ ഇങ്ങനെ കണ്ണ് കാണാൻ വയ്യാതിരിക്കും, അമ്മൂമ്മക്ക് ഒച്ചത്തിൽ വായിക്കണം. അപ്പോൾ നമ്മൾ ചില ആദ്യ രാത്രി സീനൊക്കെ കാണുമല്ലോ അതിനകത്ത്. അപ്പോൾ ഞാൻ അമ്മമ്മ അങ്ങനെ ഒച്ചത്തി അവൻ കേൾക്കട്ടെ വായിക്കൂ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഒരു നാണോ ഇല്ലാതെ ഒച്ചത്തി വായിപ്പിക്കും അമ്മമ്മ. അപ്പൂപ്പനുമൊക്കെ ഇങ്ങനെ വായിപ്പിക്കുന്നത് നമുക്ക് ആ ഒച്ചത്തി. ചില സീനിൽ വന്നാൽ മിഴുങ്ങിയാൽ പോലും അവർ വേണ്ട, നീ അത് വായിച്ചോ, എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചോളാൻ പറയും. അപ്പോൾ ആ ശീലം അതുകൊണ്ട് എനിക്ക് നമ്മൾ സംസാരിക്കാൻ മടിയില്ല. പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും മത്സരങ്ങൾ, പ്രസംഗ മത്സരം, അങ്ങനെ പ്രസംഗ മത്സരത്തിനൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ല, പ്രസംഗ മത്സരം, അതാണ് ഈ സംസാരപ്രിയം വന്നത്. ഇഷ്ടമായിരുന്നു അല്ലേ? ഇഷ്ടമായിരുന്നു. പിന്നെ മലയാളം നന്നായിട്ട് എനിക്ക് തോന്നുന്നു മലയാളത്തിന് 50 പിടിക്കായിരുന്നു, 100 അച്ചടി ഭാഷയാണ്. അതെ അച്ചടി ഭാഷയായിട്ട് കണക്കിനൊക്കെ മുട്ടയും മേടിക്കായിരുന്നു. കാരണം അത് നമുക്ക് ആരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒന്ന് ഒരു ആരെങ്കിലും ശരിക്കും ഒരു എന്ത് തന്നിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയേനെ. ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം മാസോണം സീസൺ 2.